കൂടുതൽ. സംപ്രേക്ഷണയോഗ്യമല്ലാത്ത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ കഥകളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോയതിനും ഇന്നിവിടെ ഈ ചടങ്ങ് നിർവഹിച്ചതിനും പ്രത്യേകം നന്ദി ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മയ്ക്ക്. നമ്മളോട് സംസാരിക്കാനായി നമ്മുടെ പ്രിയങ്കരിയായ MLA ശ്രീമതി ദലീമയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഷംനാഥ് പുശ്ശേരിയുടെ സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകൾ എന്ന ഈ പുസ്തകത്തിൽ ഏറ്റുവാങ്ങുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മീറ്റിങ്ങിൽ ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥിയായിട്ട് നമ്മളെല്ലാവരും ഏറെ ആദരിക്കുന്ന കവിയും ഗാനരചയിതാവും ആയിട്ടുള്ള അതുതന്നെയല്ല, ഞങ്ങൾക്ക് വളരെയധികം ബന്ധമുള്ളവരാണ്. പാട്ടിൻ്റെ ലോകത്ത് ഒരു കാലഘട്ടത്തിൽ ആ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാട്ട് കുറേയധികം പ്രാക്ടീസ് ചെയ്ത് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുള്ളവളാണ് ഞാൻ. ഏതായാലും ബഹുമാനപ്പെട്ട വയലാർ ശരത്ചന്ദ്രവർമ്മ ഇടവേദിയിലുള്ള ബഹുമാനപ്പെട്ട പ്രശസ്ത ചലച്ചിത്ര താരം എഴുത്തുകാരിയും കൂടെയായ ശ്രീമതി ഗായത്രി അരുണ്, ബഹുമാനപ്പെട്ട ഗ്രന്ഥകാരൻ ശ്രീ ഷംനാഥ് പുതുശ്ശേരി, സംസ്ഥാന പ്രസിഡന്റ് കേരള വിഷന്റെ ശ്രീ പ്രവീൺ മോഹൻ, ബഹുമാനപ്പെട്ട ചെയർമാൻ ഇതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ശിവപ്രസാദ് സർ, ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി കേരള വിഷന്റെ ശ്രീ PB സുരേഷ്, ചെയർമാൻ ശ്രീ K ഗോവിന്ദൻ MD കേരള വിഷൻ പ്രജീഷ് അച്ചാണ്ടി, ട്രഷറർ ബിനു ശിവദാസ്, ചെയർമാൻ CBPS കേരള വിഷൻ ബുക്സ് ഹരികുമാർ, വിജയകൃഷ്ണൻ അടക്കം ഇവിടെ വേദിയിലുള്ള മറ്റ് കേരള വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള മറ്റു വ്യക്തിത്വങ്ങൾ, വളരെ എന്താ പറയുക, ഈ ഒരു പുസ്തകം അതിമനോഹരമായ എഴുത്തും ശൈലിയുമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിൻ്റെ ഫ്രണ്ട് പേജ് തുടക്കം കുറിച്ചപ്പോൾ തന്നെ നമുക്ക് തോന്നി. ഏതായാലും കേരള വിഷൻ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന, നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന, സംസ്ഥാനത്തിന് തന്നെ അഭിമാനിക്കാവുന്ന മാധ്യമമാണ് നമ്മുടെ കേരള വിഷൻ. 35,000 ലക്ഷം കുടുംബങ്ങളിലേക്ക് എന്താ പറയുക എത്തുന്ന കേരള വിഷൻ ഒരു ജനകീയ മാധ്യമം കൂടിയാണ് എന്ന് അറിയുവാൻ നമുക്ക്. അത് തന്നെയല്ല, എന്നെ പോലെയുള്ളവരെ കലാകാരന്മാരെയും അല്ലാത്തവരെയും എല്ലാം മുൻനിരയിലായിട്ട് ജനങ്ങൾക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനാക്കി തീർക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്നതും കേരള വിഷൻ തന്നെയാണ്. ഏതായാലും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന തിളക്കം മാറുന്ന കുടുംബങ്ങളുടെ പിന്നാമ്പുറങ്ങളിലെ ചരിത്രങ്ങളാണ് ഈ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇതിൽ വായിക്കുവാൻ പറ്റുന്നതെന്ന് അറിയുന്നത് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു എഴുത്തുകാരന് മാത്രമേ അത് എഴുതി ഫലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. എഴുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ നാവാണ് എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എല്ലാത്തിനും അപ്പുറം നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരാകുന്ന ജീവിതമാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളതാണ്. ആ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടവരാണ്. എത്ര പ്രാഭവം നമ്മളിൽ ഉണ്ടായാലും ഇന്നിൻ്റെ പ്രാഭവത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ ഇന്നിൻ്റെ ഈ പ്രാഭവത്തിൽ നിലകൊള്ളുമ്പോഴും തിരിച്ചു നടക്കുമ്പോൾ നാം ഒരു വട്ടപൂജ്യം മാത്രമാണല്ലോ എന്നെപ്പോഴും എൻ്റെ ചിന്തകളിൽ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളൊന്നും നമ്മൾ അതിനെ വലിപ്പത്തിലൊന്നും ചിന്തിക്കാറേയില്ല. മുറ്റം കടന്നിട്ട് ഒറ്റ ചുവടും വയ്ക്കുവാനായില്ല എന്ന് ഞാനും എഴുതി വച്ചിട്ടുള്ളവളാണ്. എനിക്ക് എഴുത്തൊക്കെ വലിയ ഇഷ്ടമാണ്. കവിതകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവളാണ് ഞാൻ. എഴുത്ത് മനുഷ്യനെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഒക്കെ ഒത്തിരി സ്നേഹിക്കുന്നവർക്കുള്ളതാണ് എഴുത്ത്. മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ അവരുടെ ദൈന്യതകള്, അവരുടെ നിരാശ്രയത്വം ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുമ്പോഴാണ് എഴുതുവാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും നമ്മുടെ ഷംനാഥിന്, അദ്ദേഹത്തിന് നല്ല ഇനിയും വളരെയധികം പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് സാധിക്കട്ടെ. ഈ കുടുംബങ്ങളുടെ എല്ലാ പശ്ചാത്തലങ്ങളും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. നല്ല വാക്കുകളാലും എന്താ പറയുക, ജനഹൃദയത്തിൽ കയറുന്ന നല്ല വചനങ്ങളാലും ഒക്കെ നല്ല വരികളൊക്കെ എഴുതി അദ്ദേഹത്തിന് ഇനിയും, കാരണം ഇത് ഏറ്റവും ആദ്യത്തെ പുസ്തകമാണെന്നാണ് അറിയുവാൻ സാധിച്ചത്. കേരള വിഷനിലൂടെ പുറത്തിറക്കുന്ന ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ്. അപ്പൊ അനവധി കുടുംബങ്ങളുടെ എല്ലാ വിശേഷണങ്ങളും എല്ലാം ആ പുസ്തകത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വായിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ പുസ്തകം എല്ലാവരും മേടിക്കണം. നമ്മുടെ അഭിമാനമായിട്ട് എടുക്കണം. കേരള വിഷന്റെ അഭിമാനമായിട്ട് അത് മാറ്റണം.
ഏതായാലും കേരള വിഷൻ നാടിനും നാട്ടുകാർക്കുമല്ല നമ്മുടെ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ എത്തി നിൽക്കുകയാണ്. ഇനിയും ഇനിയും വളർന്ന് പന്തലിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്നെ വിളിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. എന്നെ ഇങ്ങനെ ആക്കിയതിനും എല്ലാത്തിനും നന്ദി പറയുന്നു. നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ ശക്തമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പാട്ട് എന്ത് പാട്ട് പാടുമെന്ന് വെറുതെ 4 വരി പാടിയാൽ മതി അല്ലേ? നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ നിന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോട് നാം ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകയും നിന്റെ ബന്ധുവായിടണേ. എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണ്. അത് നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഈ നിമിഷം വരെയുള്ളത് മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. അടുത്ത നിമിഷമൊക്കെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ശക്തിക്ക്, ദൈവം എന്നുള്ള ശക്തിക്കുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറം നമ്മളെല്ലാ ജീവജാലങ്ങളെ സ്നേഹിച്ച് എല്ലാത്തിനെയും ആസ്വദിച്ച് പുല്ലിലും പൂവിലുമൊക്കെ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എല്ലാ മനുഷ്യരും ഈ ഭൂമിക്ക് അവകാശപ്പെട്ടതാണ്. എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിക്ക് അവകാശപ്പെട്ടതാണ്. നാം തന്നെയല്ല. സ്വാർത്ഥത വെടിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കിട്ടിയ ജീവിതം, ഇത്തിരി ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു നിർത്തുന്നു.